LAAZIM'S അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു L4150 മോഡലിൻ്റെ നിങ്ങൾക്കിവിടെ L4150 കാണുന്നുണ്ടാവും. ആ മോഡലിലെ ഒരു പ്രിൻ്റർ കാണുന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നിങ്ങൾക്ക് അതിലൂടെ പ്രിൻറ്റ് ചെയ്യാം, അതിൻ്റെ ഫുൾ ഫങ്ഷൻസിനായി എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 20 to 30 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വൈഫൈ ബട്ടണ് നിങ്ങൾ അത് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് വെക്കുക. ഞാനിത് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണുന്നതായിരിക്കും ഈ ഒരു വൈഫൈ ബട്ടൺ ഓണാവുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലൂടെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വൈഫൈൻ്റെ ബട്ടൺ അതിൽ ഓൺ ആയതിനു ശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ പോകുക. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം വൈഫൈൻ്റെ അടുത്തേക്ക് പോകുക. വൈഫൈ അടുത്ത് പോയ ശേഷം നിങ്ങളുടെ Epsonprinter കണക്ഷൻ അവിടെ വന്നിട്ടുണ്ടാകും. അതിൻ്റെ പാസ്വേഡ് അടിച്ച് കൊടുത്ത് അത് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആപ്പിന് ആവശ്യമുണ്ട്. Epsonprinter എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. Epsonprinter അടുത്ത് അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ഫോട്ടോസ് എന്നുള്ള അതിനായിട്ട് മുമ്പ് നിങ്ങൾ 20 സെക്കൻഡിനായിട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. 20 സെക്കൻഡിനായിട്ട് മുമ്പ് നിങ്ങൾ ആ വൈഫൈ ബട്ടൺ തോണ്ടണ്ടേ വേണ്ട. നിങ്ങൾ 20 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രമേ വൈഫൈയിലൂടെ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുക പ്രിൻ്റ് റെഡിയാണെന്ന്. ഇപ്പോൾ റെഡി ടു പ്രിൻ്റ് ആണെങ്കിൽ റെഡിയാണ് നിങ്ങൾ പ്രിൻ്റ് ചെയ്യുക. പക്ഷേ ബിസി ആണെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കൽ എററാണ്. 20 സെക്കൻഡ് മുമ്പ് നിങ്ങൾ വൈഫൈയിലൂടെ കണക്ട് ചെയ്ത് ആ എറർ വരുന്നതാണ്. അതിൻ്റെ പ്രിൻറ്റ് ഫോട്ടോസ് പ്രസ് ചെയ്യുക. പ്രിൻറ്റ് ഫോട്ടോസ് പ്രസ് ചെയ്ത ശേഷം നിങ്ങൾ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു എൻ്റെ ലോഗോ ഞാനിപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനിവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന കാണിച്ചാൽ നിങ്ങൾക്ക് കാണുന്നതാണ്. അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ അതിൻ്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. കോപ്പീസ് എത്രയാണ് വേണം, പേപ്പർ സൈസ് എത്രയാണെന്നൊക്കെ ഇവിടെ ചെയ്യാം. ലേഔട്ട്, പേപ്പർ സോഴ്സ്, പ്രിൻറ്റ് ക്വാളിറ്റി, കളർ, പ്രിൻറ്റ് ഡേറ്റ്, ഓട്ടോ കറക്റ്റ്, അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ ഞാനിവിടെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇനി പറഞ്ഞുതരാൻ പോവുകയാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് സൈഡ് കാണുന്നുണ്ടാവും. പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ ആ പേപ്പർ സൈസ് നിങ്ങൾ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഒരു ബോട്ടമിൽ പേപ്പർ വെക്കാതെ മിഡിലായിരിക്കണം നിങ്ങൾ പേപ്പർ വെക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ Epsonprinter എന്ന ആപ്പിലൂടെ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത ഫോട്ടോ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓപ്ഷന് ശേഷം നിങ്ങൾ കാണാൻ സാധിക്കും ആ പേപ്പറിനെ ആ ഒരു പ്രിൻ്റർ വലിക്കുന്നത്. അപ്പോൾ പ്രിൻ്റർ അതിനെ പൂർണ്ണമായിട്ട് വലിക്കുന്നുണ്ട്, പേപ്പർ പോകുന്നുണ്ട്. അപ്പോൾ പ്രിൻ്റ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റിലൂടെ ഈ ഒരു പേപ്പർ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെയിറ്റിങ് എന്തായാലും ആവശ്യമാണ്. ഇപ്പോൾ ഇനി പ്രിൻ്റ് വരുമ്പോഴുള്ള വിഷ്വൽസാണ് ഇനി കാണിക്കുന്നത്. അതിനായിട്ട് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ടാവും. ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ മടങ്ങിപ്പോയാൽ പ്രിൻറ്റിൻ്റെ സമയത്ത് അത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതല്ല. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, പേപ്പർ പതിയെ എടുക്കുക, അതിൽ സ്ട്രെയിറ്റ് ആവുക, അത് പിന്നെ പ്രിൻറ്റ് ചെയ്താൽ മതി. അത് വലിയ കാര്യമൊന്നുമല്ല. ഇനി പ്രിൻറ്റ് വരുന്ന വിഷ്വൽസാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് വരുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്ര സമയം എടുത്തില്ല. 1.5 മിനിറ്റ് ആവുന്നേ ഉള്ളൂ, 1 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ആവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സമയം ഇനി വെയിറ്റ് ചെയ്താൽ മതി. ഒരു Epsonprinter നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കൊറോണ കാലത്ത് ഇപ്പോൾ ധാരാളം പിക്ചേഴ്സ് അതുപോലത്തെ ഓഫീസ് വർക്ക്സൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ പ്രിൻറ്റ് ചെയ്യാമെന്നാണ്. ഭയങ്കര ഈസിയുമാണ്. കളറുമുണ്ട്, അതുപോലെ തന്നെ കളറും അല്ലാത്തതുമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്. അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ 16,000 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. നിങ്ങൾ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ മേടിച്ച് വെക്കുക. അപ്പോൾ ഇതൊരു വൈഫൈ കണക്ഷൻ പ്രിൻ്ററാണ്. മറ്റ് പ്രിൻ്ററുകൾ ഇപ്പോൾ ന്യൂ മോഡലാണ് ഇതിൻ്റെ Epsonൻ്റെ. അപ്പോൾ നല്ലൊരു സംഭവമാണ്. നിങ്ങൾ മേടിച്ച് വെക്കുന്ന മുതരണം എന്തായാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു Epsonprinter നിങ്ങളുടെ വീട്ടിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും സംഭവം വരുന്നുണ്ട്. കുറച്ചും കൂടി വെയിറ്റിങ്ങേ ഉള്ളൂ. കുറച്ച് സമയമായി വെയിറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് 1.5 മിനിറ്റ്, 2 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. സംഭവം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു പേപ്പറിലൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ഞാൻ വെച്ചത് ഈ സൈഡാണെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് ആയി വെച്ചിട്ട് ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രിൻറ്റ് വേസ്റ്റായി നിങ്ങൾക്ക് ഈ പിക്ചറല്ല നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ആ പേപ്പർ തന്നെ വേസ്റ്റായ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് സംഭവം അതേപോലെ തന്നെ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും സംഭവം സുഖമായിട്ട് നല്ല അതേപോലത്തെ ഒരു ഡിഫറൻസ് പോലില്ല. ഇപ്പം നിങ്ങൾ ഇതിനെ ഇപ്പോൾ ഈ സൈഡോ അല്ലെങ്കിൽ ഈ സൈഡോ അടുപ്പിച്ചിട്ട് വെക്കരുത് നിങ്ങളുടെ പേപ്പർ. അല്ലെങ്കിൽ ഇവിടുത്തെ ഇങ്ങോ അല്ലെങ്കിൽ സ്ക്രാച്ച് വരുന്നതായിരിക്കും. കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
അപ്പോൾ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇതിൽ അത്ര പേടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ. ഞാൻ എപ്പോഴും 20 സെക്കൻഡായിട്ട് കൊണ്ട് ഈ വൈഫൈ ബട്ടൺ പ്രസ് ചെയ്യും, അത് എനിക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് Epsonprinter L4150 ഉപയോഗിക്കുന്ന ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.